കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ അജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി പൗരോഹിത ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ ഓരോ പുരോഹിതനും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നിറവുണ്ടായിരിക്കണം, തിവക ഉണ്ടാകണം. ശിക്ഷഗണത്തിന്മേൽ മണനിറഞ്ഞ പരിശുദ്ധാത്മാവെ, വേഗം പറന്നിറങ്ങി ഈ ദാസന് പൗരോഹിത്യത്തിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ള ഹൃദയസ്പർശിയായ ഗാനമാണ് ഇപ്പോൾ ആലപിക്കാൻ പോകുന്നത്. ഈ സമയത്ത് വൈദികാർത്ഥി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിധേയത്വത്തോടുകൂടെ നിലം പറ്റെ കവിഴ്ന്നു വീണ് കിടക്കുന്നു. സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ അനുഗ്രഹീത നിമിഷത്തിൽ പുരോഹിതാർത്ഥിക്ക് വേണ്ടി നമുക്കും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. ശിഷ്യഗണത്തിന്മേൽ വന്നു നിറഞ്ഞു വസിച്ചവന ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകനിലിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, പരന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. നിൻ തിരുസഭയെ നയിച്ചിടുവാൻ, നിൻ സുവിശേഷം നൽകിടുവാൻ, ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമിന്നരുളുക ദാസനായി. പരിശുദ്ധാത്മാവേ, പരന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. പുതിയൊരു ജീവൻ പുൽകാനായി കൊതുകൊടു നിൻവാതിൽ മുട്ടും ജനമതിനേകട്ടെ ദാസൻ ജീവജലം മാമോദീസ. പരിശുദ്ധാത്മാവേ, പരന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. നിന്നുടെ ബലിയർപ്പിക്കാനും സ്നേഹത്തിൻ ബലിയാകാനും ജനതതി നന്മയിലേറാനും വരമിന്നരുളുക ദാസനായി. പരിശുദ്ധാത്മാവേ, പരന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ.
ഇപ്പോൾ അഭിമന്യ പിതാവ് അധികാര ചിഹ്നങ്ങൾ അണിഞ്ഞ് വൈദിക വിദ്യാർത്ഥിയെ സമീപിക്കുന്നു. വൈദികാർത്ഥി മുട്ടുകൾ കുത്തി തലകുനിച്ച് കൈകൾ കണ്ണിന് മുകളിൽ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. ഭയഭക്തിജനവും ഉന്നതമായ പട്ടം നൽകൽ ശുശ്രൂഷ യഥാവധി പരികർമ്മം ചെയ്യുവാൻ തൻ്റെ കരങ്ങളെ ബലപ്പെടുത്തണമെന്ന് അഭിമന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് അഭിമന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടാകട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടെ നിന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. തുടർന്ന് അഭിമന്യ പിതാവിൻ്റെ കൈവപ്പ് വഴി പൗരോഹിത്യ അധികാരങ്ങൾ നൽകപ്പെടുന്ന മർമ്മപ്രധാനമായ ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. തിരുപ്പട്ടം നൽകൽ ശുശ്രൂഷയ്ക്ക് 2 കൈവപ്പ് പ്രാർത്ഥനകളാണ് ഉള്ളത്. ഒന്നാമത്തെ കൈവപ്പ് പ്രാർത്ഥനയിൽ ഇടവക ജനം അർദ്ധയെ തിരഞ്ഞെടുത്ത് മെത്രാനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് മെത്രാൻ വൈദികാർത്ഥിയെ ദൈവത്തിന് ഒരു കാഴ്ചയെന്നോണം സമർപ്പിക്കുന്നു. ഒന്നാം കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം അർക്കദിയോക്കനാൽ പുരോഹിതാർത്ഥി പേര് പറഞ്ഞ് സമൂഹത്തോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ വൈദികാർത്ഥി ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ അധികാരം സ്വന്തമാക്കുന്നു. മെത്രാൻ ദൈവത്തിനേൽപ്പിച്ച വൈദികാർത്ഥിയെ ഒരു പുരോഹിതനായി ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി തിരിച്ചു നൽകുമ്പോൾ ദൈവജനത്തിൻ്റെ ശുശ്രൂഷകൻ ദൈവം ഏൽപ്പിക്കുന്ന അധികാരത്തോടു കൂടിയുള്ളവനാണ് എന്ന് 2ാം കൈവപ്പ് പ്രാർത്ഥന നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മെത്രാൻ ഇടത് കൈ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ച് വലത് കൈ അർദ്ധയുടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായ ജോസഫ് കടത്തിപ്പറമ്പിൽ ശമാസിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ
ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും അങ്ങയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുൻപിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനു വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്ലൈഹികമായ കൈവയ്പ് ശുശ്രൂഷ വഴി ജോസഫ് കളത്തിപ്പറമ്പിൽ കൂദാശകളുടെ പരികർമ്മത്തിന് മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് പുരോഹിതനായി തീർന്നിരിക്കുന്നു. ഇതുവരെ അദ്ദേഹം ധരിച്ചിരുന്ന മിശംശായനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങളായിരുന്നു. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പുരോഹിത വസ്ത്രങ്ങൾ അദ്ദേഹത്തെ അണിയിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ആരാധനാ സമൂഹത്തിൽ വിശുദ്ധഗ്രന്ഥം വായിക്കുവാനും പ്രഘോഷിക്കുവാനുള്ള പൗരോഹിത്യത്തെ കർമ്മത്തെ സൂചിപ്പിക്കുവാൻ അഭിമന്യ പിതാവ് നവവൈദികന് സുവിശേഷ ഗ്രന്ഥം നൽകുകയും അദ്ദേഹം അത് ചുംബിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നവവൈദികന്റെ നെറ്റിയിൽ അഭിമന്യ പിതാവ് റൂസ്മ ചെയ്ത് നവവൈദികനെ ലോകത്ത് നിന്ന് വേർതിരിക്കുകയും പുരോഹിതനായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഇതാ മറ്റൊരു കാരണം കൂടി. സഭയുടെ അഭിമാനമായി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഒരു നവവൈദികം കൂടി സഭ ഏറെ സന്തോഷിക്കുകയും തൻ്റെ പ്രിയ വൈദികരെ ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ സുന്ദര സുദിനത്തിൽ സഭാമാതാവിനൊപ്പം നമുക്കും സന്തോഷിക്കാം. തുടർന്ന് വരുന്ന സമാപന കാനോനായി രണ്ടാം പ്രാവശ്യം അകാദാരം ചെയ്തതിന് ശേഷം അർക്കദിയാക്കോനാൽ നയിക്കപ്പെട്ട് നവവൈദികൻ ബലിപീഠത്തിൻ്റെ വലതുവശവും ഇടതുവശവും ചുംബിക്കുകയും തുടർന്ന്
മെത്രാന്റെ കൈ ചുംബിക്കുകയും ചെയ്ത് തന്റെ വിധേയത്വം ഏറ്റുപറയുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കാർത്തിക നാണയമാ കാർത്തിക നാണയമാ നൽകിയ മിശിഹായേ നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവന ദാസ കാർത്തിക നാണയമാ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ എന്നും സ്തുതിക്കും. ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. കാർത്തിക നാണയമാ കാർത്തിക നാണയമാ നൽകിയ മിശിഹായേ നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവന ദാസ കാർത്തിക നാണയമാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നരരക്ഷകനാം മിശിഹായേ ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീതാൻ ശോഭനമാക്കുന്നു. ശക്തിയിലും നിൻ ബുദ്ധിയിലും നരരക്ഷകനാം മിശിഹായേ. നീതാൻ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ. ആരാധകന ദാസനെ നീ പാരം ബലവാനാക്കണമേ. ദാസനെ നീ പാരം ബലവാനാക്കണമേ. നരരക്ഷകനാം മിശിഹായേ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഞങ്ങൾ നിന്നെ വിളിക്കുന്നു നാഥാ, കൃപയും അനുഗ്രഹവും മന്ദാരത്തിൽ നിന്നിവനിൽ യോഗമിഴാതെ പൊഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ഞങ്ങൾ
ഞങ്ങൾക്കറിയാമഖിലേശ നീതാൻ പാപവിമോചകനും. മാനസനും കാരുണ്യാദ്ര മഹാശയനും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. നാഥാകൃപയും അനുഗ്രഹവും ഭണ്ഡാരത്തിൽ നിന്നിവരിൽ ലോകമെഴാതെ ഒഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹാം നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. അടുത്തതായി നവവൈദികനായി കളത്തിപ്പറമ്പിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ബഹുമാനപ്പെട്ട വൈദികർ ആശ്ലേഷിച്ച് സ്നേഹചുംബനങ്ങൾ നൽകി വൈദിക കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ കൂട്ടായ്മ എന്ന സ്വർഗീയ അനുഭൂതിയാണ് നാം ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഗായക സംഘത്തോടൊപ്പം നമുക്കും ആശംസകൾ നേരാം. നിത്യപുരോഹിതാനിൻ നിർമ്മല നീളം വീഴും നവ്യമാം ബലിപീഠം നമിച്ചിടുന്നു നൽകും അക്ഷയ ജീവനായി സ്തുതിച്ചിടുന്നു. നിത്യപുരോഹിതാനിൻ നിർമ്മല നീളം വീഴും നവ്യമാം ബലിപീഠം നമിച്ചിടുന്നു നൽകും അക്ഷയ ജീവനായി സ്തുതിച്ചിടുന്നു. കുഞ്ഞാടും നീ ബലിയർപ്പകനും നീ എന്നും മെൽക്കിസദേക്കിനെ കാണും നീ അതിശ്രേഷ്ഠൻ. കുഞ്ഞാടും നീ ബലിയർപ്പകനും നീ എന്നും മെൽക്കിസദേക്കിനെ കാണും നീ അതിശ്രേഷ്ഠൻ. കാഴ്ചയപ്പം സജ്ജം ദീപപീഠം സജ്ജം സ്നേഹകൂദാശതം പാവന സൗരഭ്യം. കാഴ്ചയപ്പം സജ്ജം ദീപപീഠം സജ്ജം സ്നേഹകൂദാശതം പാവന സൗരഭ്യം. അഹരോന്റെ കൂടാരത്തിൽ എന്നപ്പോൾ നിറയുമ്പോൾ അഹരോന്റെ കൂടാരത്തിൽ എന്നപ്പോൾ നിറയുമ്പോൾ മായ്ക്കണേ പാപത്തിൻ കറമായ്ച്ചു നൽകണേ. മാനസം തൃപ്പാതെ അർച്ചനയാക്കുന്നേ. കുഞ്ഞാടും നീ ബലിയർപ്പകനും നീ എന്നും മെൽക്കിസദേക്കിനെ കാണും നീ അതിശ്രേഷ്ഠൻ. കുഞ്ഞാടും നീ ബലിയർപ്പകനും നീ എന്നും മെൽക്കിസദേക്കിനെ കാണും നീ അതിശ്രേഷ്ഠൻ.
വാഗ്ദാന പേടകം ശ്രീകോവിലിൽ ദീപ്തം കെരൂബുകൾ നിഴൽ വീഴ്ത്തും കൃപതൻ ഉറവിടം. വാഗ്ദാന പേടകം ശ്രീകോവിലിൽ ദീപ്തം കെരൂബുകൾ നിഴൽ വീഴ്ത്തും കൃപതൻ ഉറവിടം. പാവനാത്മാവേ നീ നവമായി തീർക്കുമ്പോൾ, പാവനാത്മാവേ നീ നവമായി തീർക്കുമ്പോൾ, നീക്കണേ ശാപത്തിൻ മുഖം മാറ്റി നൽകണേ. മാനസഫലകങ്ങൾ വിശുദ്ധമാക്കിടണേ. നിത്യപുരോഹിതാനിൻ നിർമ്മല നീളം വീഴും നവ്യമാം ബലിപീഠം നമിച്ചിടുന്നു നൽകും അക്ഷയ ജീവനായി സ്തുതിച്ചിടുന്നു. നിത്യപുരോഹിതാനിൻ നിർമ്മല നീളം വീഴും നവ്യമാം ബലിപീഠം നമിച്ചിടുന്നു നൽകും അക്ഷയ ജീവനായി സ്തുതിച്ചിടുന്നു. കുഞ്ഞാടും നീയേ ബലിയർപ്പകനും നീയേ എന്നും മെൽക്കിസദേക്കിനെക്കാളും നീ അതിശ്രേഷ്ഠൻ. കുഞ്ഞാടും നീയേ ബലിയർപ്പകനും നീയേ എന്നും മെൽക്കിസദേക്കിനെക്കാളും നീ അതിശ്രേഷ്ഠൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിന് നിഗൂഢവും സ്ഥിരവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, ശ്രീലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സാക്ഷികളുടെയും മാറഭ്രമിൻ്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തന്നെ പൗരോഹിത്യത്തിലേക്ക് കൈവയ്പ് വഴി ഉയർത്തിയ അഭിവന്യ ജോസ് ചുറ്റുപറമ്പിൽ പിതാവിനോടുള്ള
ആദരവും സ്നേഹവും നവവൈദികൻ കത്തിച്ച തിരി പിതാവിന് നൽകി അറിയിക്കുന്നു.